ഞാൻ പിന്നെയും വന്നു. ഞാൻ പഠിപ്പിക്കുന്ന നോട്ട്സൊക്കെ നിങ്ങൾ എഴുതി സൂക്ഷിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ള സന്ദർഭങ്ങൾ വളരെ കുറവാണ്. എപ്പോഴാണ് പരീക്ഷ വരുന്നതെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എൻ്റെ ഓൺലൈൻ പഠിപ്പിക്കുന്നതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട്സ് എഴുതി എനിക്ക് സെൻഡ് ചെയ്യുന്നു. ഞാനത് കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് സെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതങ്ങനെ സൂക്ഷിച്ച് വെക്കേണ്ട സാധനമല്ല. ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് നോക്കുക. പരീക്ഷ വരുമ്പോൾ നമ്മളെപ്പോഴും റെഡി ആയിട്ടിരിക്കണം. പരീക്ഷയ്ക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കണം. നിങ്ങളുടെ ഈ സെമസ്റ്റർ 1-2 മാസത്തിനുള്ളിൽ തന്നെ തീരുമായിരിക്കും. പരീക്ഷ എപ്പോൾ വരുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും അതിനു വേണ്ടി തയ്യാറായിരിക്കുക. അപ്പോൾ നമ്മളെന്തുവാ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ പഠിച്ചു. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. സമയം കളയണ്ട, ഞാൻ അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സൈനാപ്സ് ആൻഡ് സൈനാപ്റ്റിക് ട്രാൻസ്മിഷൻ. സൈനാപ്സ് എന്തുവെന്ന് പറഞ്ഞു തരട്ടെ. ഈ നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്, നെർവസ് ടിഷ്യൂ ഈസ് ഫോംഡ് ബൈ സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ന്യൂറോൺസ്. ആ ന്യൂറോൺസ് കൊണ്ടാണ് നെർവസ് ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സെല്ലുകൾ, ആ ന്യൂറോൺസ്, ഒരു ന്യൂറോൺ ഇങ്ങനെ ന്യൂറോൺസ് ഇങ്ങനെ ഇരിക്കും, ഒരു ന്യൂറോൺ. അപ്പോൾ അഡ്ജസൻറ്റ് ന്യൂറോൺ തമ്മിലുള്ള ജംഗ്ഷനെയാണ് സൈനാപ്സ് എന്ന് പറയുന്നത്. സൈനാപ്സ് ഇസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ്. ഇതൊരു ന്യൂറോണാണ്, ഞാൻ വരയ്ക്കുവാണ്, നിങ്ങൾ നോക്കിയോ. ഒരു ന്യൂറോൺ, ഒരു ന്യൂറോൺ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇങ്ങനെ പോവാം. ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺ ഈസ് കോൾഡ് സൈനാപ്സ്. 2 ന്യൂറോൺ തമ്മിലുള്ള ജംഗ്ഷനെയാണ് സൈനാപ്സ്. ദ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺ ഈസ് കോൾഡ് സൈനാപ്സ്. യൂഷ്വലി ഈ സൈനാപ്സുകൾ നമ്മുടെ ഈ കൊറോണ കാലത്തെ പോലെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ട്. അവർ തമ്മിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ല. 2 ന്യൂറോൺ തമ്മിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ല. ഒരു ഗ്യാപ്പ് ഉണ്ട്. ദാറ്റ് നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ ന്യൂറോണും കൂടെ തമ്മിൽ ഈ ജംഗ്ഷൻ്റെ അവിടെ ഞാൻ ജംഗ്ഷൻ എങ്ങനെയാണെന്ന് വരച്ച് കാണിച്ചു തരാം. യൂഷ്വലി ഇൻ എ സൈനാപ്സ് this is the axon, and these small branches are called dendrites. Usually in a synapse, this is the synapse. The junction between 2 neurons is called a synapse. Usually in a synapse, the axon terminal joins with the dendrite terminal. This is the dendrite terminal. അപ്പോൾ axon terminal joins with the dendrite. ഈ ഡെൻഡ്രൈറ്റുമായിട്ടാണ് ഈ ആക്സോൺ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ the junction between 2 neurons is called synapse, and usually in a synapse the axon terminal joins with the dendrite terminal. അതെങ്ങനെയാന്ന് നോക്കാം. This is the axon terminal. Axon terminal joins with the this is the dendrite terminal. This is the dendrite. ഇത് ആക്സോൺ ടെർമിനൽ ആണ്.
the axon terminal joins with the dendrite terminal, and ഇങ്ങനെയാണ് ഇമ്പൾസ് വരുന്നത്. At the axon terminal, the axon terminal ends in a button-like structure called synaptic knob or synaptic button. The axon terminal ends in a button-like structure called synaptic knob or synaptic button. Synaptic knob, and this synaptic knob contains certain vesicles. This synaptic knob contains certain vesicles, and these vesicles contain certain chemicals, and these chemicals are ഇതിനകത്ത് ചില chemicals ഇരിപ്പുണ്ട്. These chemicals are called neurotransmitters or neurohormones. These vesicles are called synaptic vesicles, and these synaptic vesicles contain neurotransmitters or neurohormones. And the neuron which contribute synaptic knob to the synapse is called the neuron. This synaptic knob or the neuron is called presynaptic neuron. Presynaptic neuron. The neuron which contributes the synaptic knob is called the presynaptic neuron, and the neuron which receives the impulse is called the postsynaptic neuron. Postsynaptic neuron. And there is a small gap between the presynaptic neuron and the postsynaptic neuron, and this small gap is called a synaptic cleft. Synaptic cleft. And the membrane covering the presynaptic knob, the E membrane, the membrane covering the presynaptic neuron is called the presynaptic membrane, and the membrane covering the postsynaptic knob is called the postsynaptic membrane. This is the presynaptic membrane, and this is the postsynaptic membrane. The gap in between the presynaptic membrane and the postsynaptic membrane is called a synaptic cleft. The synaptic cleft separates the presynaptic membrane from the postsynaptic membrane. This is the structure of a synapse. A synapse is the junction between two neurons, and usually in a synapse the axon terminal joins with the dendrite terminal. Usually in a synapse the axon terminal joins with the dendrite terminal. This is the axon terminal, this is the dendrite terminal. The axon terminal, dendrite terminal. The membrane covering the axon terminal is called the presynaptic membrane, and membrane covering the postsynaptic neuron is called the postsynaptic membrane. Presynaptic membrane, postsynaptic membrane, and the small gap in between the two membranes is called the synaptic cleft. Presynaptic membrane, postsynaptic membrane, the gap is called the synaptic cleft. And this presynaptic neuron, the presynaptic terminal ends in a knob-like structure called a synaptic knob, and the synaptic knob contains certain vesicles, and these vesicles are called the synaptic vesicles. Synaptic vesicles. ഈ നോബിൻ്റെ അകത്ത് ചെറിയ സർക്കുലർ ആയിട്ടുള്ള vesicles ഉണ്ട്. These vesicles are called synaptic vesicles, which contain neurotransmitters. These neurotransmitters are neurohormones which help in the transmission of impulses across the synaptic cleft. ഇവിടുന്ന് ഇങ്ങോട്ട് impulse transmission help ചെയ്യുന്ന chemicals are these neurotransmitters. Mainly there are two types of neurotransmitters. For example, acetylcholine.
മെയിൻ ആയിട്ടും രണ്ട് തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ അസറ്റൈൽ കോളൈൻ ആൻഡ് നോർ അഡ്രിനാലിൻ. The neurotransmitters, and there are two types of neurotransmitters. For example, mainly there are two types, acetylcholine and noradrenaline. If the presynaptic neuron contains acetylcholine, the neuron is called a cholinergic neuron. If it is noradrenaline, the neuron is called adrenergic neuron. അപ്പോൾ കോളിനർജിക്കും ഉണ്ട് അഡ്രിനർജിക്കും ഉണ്ട്. രണ്ടും സിമിലർ ആയിട്ടുള്ളതാണ്. ബേസ്ഡ് ഓൺ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് കെമിക്കൽ, ദാറ്റ് ഇസ് കോൾഡ് അസറ്റൈൽ കോളിൻ ആണെങ്കിൽ ദ പ്രീസൈനാപ്റ്റിക് ന്യൂറോൺ ഇസ് കോൾഡ് കോളിനർജിക് ന്യൂറോൺ. അതർവൈസ് നോർ അഡ്രിനൽ ആണെങ്കിൽ അഡ്രിനർജിക് ന്യൂറോൺ. അപ്പോൾ സൈനാപ്സിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കി. സൈനാപ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? സൈനാപ്സ് എന്ന് പറയുന്നത് രണ്ട് ന്യൂറോണുകൾ തമ്മിലുള്ള ജംഗ്ഷനാണ്. ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. ന്യൂറോൺസ് അവർ തമ്മിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ല, ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ്, ആ ഒരു ജംഗ്ഷനാണ് പറയുന്നത് സൈനാപ്സ് എന്ന്. ഇമ്പൾസ് കൊണ്ട് വരുന്ന ന്യൂറോണിനെ പറയുന്നത് പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ എന്നും റിസീവ് ചെയ്യുന്ന ന്യൂറോണിനെ പറയുന്നത് പോസ്റ്റ് സൈനാപ്റ്റിക് മെമ്പറൈൻ എന്നുമാണ്, ന്യൂറോൺ എന്നും. അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിനെ പറയുന്നത് സൈനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാണ്. ആ ഇമ്പൾസ് കൊണ്ടുവരുന്ന ന്യൂറോണിന്റെ അറ്റം, ഇവരുടെ അറ്റം എന്ന് പറയുന്നത് കുറച്ച് ഇങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ദാറ്റ് പോർഷൻ ഈസ് കോൾഡ് സൈനാപ്റ്റിക് നോബ് എന്നോ സൈനാപ്റ്റിക് ബട്ടൺ എന്നോ പറയാം. ഈ ന്യൂറോണിനെ പറയുന്ന സൈനാപ്റ്റിക് നോബ് ഉള്ള ന്യൂറോണിനെ പറയുന്നത് പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ എന്നാണ്. ആ നോബിന്റെ അകത്ത് സർട്ടൻ വെസിക്കിൾസ് ഉണ്ട്. ആ വെസിക്കിൾസിനെ പറയുന്നത് സൈനാപ്റ്റിക് വെസിക്കിൾസ് എന്നും, അതിന്റെ അകത്ത് ചില കെമിക്കൽസ് ഉണ്ട്. ദാറ്റ് കെമിക്കൽസ് ആർ കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നോ അല്ലെങ്കിൽ ന്യൂറോ ഹോർമോൺസ് എന്നോ പറയാം. പിന്നെ ആ മെംബ്രെയിൻ പറയണം, ഈ നോബിനെ കവർ ചെയ്യുന്ന മെംബ്രെയിനെ പറയുന്ന പ്രീ സൈനാപ്റ്റിക് മെംബ്രെയിൻ എന്നും, ആ പോസ്റ്റ് സൈനാപ്റ്റിക് എന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള ഇത് റിസീവ് ചെയ്യുന്ന ഇങ്ങോട്ടാണ്, ഈ ഇമ്പൾസ് ഇങ്ങോട്ടാ പോകുന്നത്. ഇതൊരു വൺ വേ ട്രാൻസ്മിഷൻ ആണ്. ഈ സൈനാപ്സിൽ കൂടെ അവിടുന്ന് ഇങ്ങോട്ടല്ല, ഇവിടുന്ന് അങ്ങോട്ടേ പോകുള്ളൂ. സൈനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഇസ് വൺ വേ ട്രാൻസ്മിഷൻ. അപ്പൊ ആ റിസീവ് ചെയ്യുന്ന ന്യൂറോണിനെ പറയുന്ന പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ ആണ്. ഇത് പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ, ഇത് പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ. ഇവിടെയുള്ള നോബിനകത്ത് വെസിക്കിൾസ് ഉണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പലതരത്തിൽ കാണും. മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ളവരെ പറയാം. ഒന്ന് അസറ്റൈൽ കോളൻ ഉണ്ട്, അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ ഉണ്ട്. അസറ്റൈൽ കോളൻ ആണെങ്കിൽ നമുക്ക് ആ ന്യൂറോണിനെ അഡ്രിനർജിക് എന്നോ അല്ലെങ്കിൽ മറ്റതാണെങ്കിൽ കോളിനർജിക്കോ അല്ലെങ്കിൽ ആക്ടിനർജിക്കോ ന്യൂറോൺ എന്ന് പറയാം. അപ്പൊ ഇതാണ് അതിന്റെ സ്ട്രക്ചർ ഓഫ് സൈനാപ്സ്. സൈനാപ്സിന്റെ സ്ട്രക്ചർ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ഇത്ര എഴുതണം, ഈ ഡയഗ്രാം വരയ്ക്കണം. അതുപോലെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടാ പോകുന്നത്, ഇത് പ്രീ സൈനാപ്റ്റിക്, ക്ലഫ്റ്റ്, വെസിക്കിൾസ്, ഇതെല്ലാം പറയാം. അപ്പൊ സൈനാപ്സ് നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് സൈനാപ്റ്റിക് ട്രാൻസ്മിഷൻ നോക്കാം. നമ്മൾ സൈനാപ്സ് പഠിച്ചു. ഇനി സൈനാപ്സിൽ കൂടെ എങ്ങനെയാണ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ സൈനാപ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കട്ടെ. സൈനാപ്സിന് എന്തൊക്കെയുണ്ട്? സൈനാപ്റ്റിക് ഫസ്റ്റ് ആയിട്ട് സൈനാപ്റ്റിക് നോബ്, സൈനാപ്റ്റിക് നോബ് ആക്സോൺ ടെർമിനൽ ആണ്. ആക്സോൺ ടെർമിനലിൽ അറ്റം വീർത്തിരിക്കുവാണ്. അതിന് സൈനാപ്റ്റിക് നോബ് എന്ന് നമുക്ക് വിളിക്കാം. സൈനാപ്റ്റിക് നോബിന്റെ അകത്ത് എന്തുണ്ട്? സൈനാപ്റ്റിക് വെസിക്കിൾസ്. സൈനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. These vesicles contain neurotransmitters. Synaptic vesicle, ഇത് പ്രീ സൈനാപ്റ്റിക് മെംബ്രെയിൻ ആണ്. ഇത് പ്രീ സൈനാപ്റ്റിക് മെംബ്രെയിൻ. ഇതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് ദ സൈനാപ്റ്റിക് ക്ലെഫ്റ്റ്. അപ്പോ when the impulse reaches the presynaptic knob, presynaptic knobiലോട്ട് ഇമ്പൾസ് എത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെ വരുമ്പോൾ which triggers the calcium channels present in the presynaptic മെംബ്രെയിനിലുള്ള കാൽഷ്യം വോൾട്ടേജ് ഗേറ്റഡ് കാൽഷ്യം ചാനൽസ് ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഇവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെ എത്തുമ്പോൾ this result in the sudden influx of calcium ions into the ഇങ്ങോട്ട് കാൽഷ്യം അയോൺസ് ഇങ്ങനെ ചടിക്കരി വരും. കാൽഷ്യം ചാനൽസ് എല്ലാം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. ദിസ് റിസൾട്ട് ഇൻ ദ സഡൻ ഇൻഫ്ലക്സ് ഓഫ് കാൽഷ്യം അയോൺസ് ഇൻ ടു ദ പ്രീ സൈനാപ്റ്റിക് നോബ്. ആ പ്രീ സൈനാപ്റ്റിക് നോബില്
calcium ions in the concentration increase this triggers the synaptic vesicles to move towards the presynaptic membrane. Presynaptic membrane to move ചെയ്യുകയും ആ മെംബ്രെയിനുമായിട്ട് അങ്ങ് ഫ്യൂസ് ചെയ്യുന്നു. And the neurotransmitters are released into the synaptic cleft by a process called exocytosis. Exocytosis എന്ന് പറയുന്നത് expulsion of secretions or materials from the cell outside. That is the cell vomiting എന്ന് പറയും. സെല്ലിനകത്തുള്ള സെക്രീഷൻസിനെ വെളിയിലോട്ട് എക്സ്പെൽ ചെയ്യുന്ന പ്രോസസ്സാണ്. ദാറ്റ് ഈസ് എക്സോസൈറ്റോസിസ്. അപ്പോൾ എക്സോസൈറ്റോസിസ് വഴി ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സൈനാപ്റ്റിക് ക്ലെഫ്റ്റിലോട്ട് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ക്ലെഫ്റ്റിലോട്ട് ഇവർ വന്നു കഴിഞ്ഞു. ഇവിടെ ആരാ ഉള്ളത്? പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിൻ. And this post-synaptic membrane contains certain specific receptors. ഈ പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിനിൽ സ്പെസിഫിക് റിസെപ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് ദീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബൈൻഡ് വിത്ത് ദീസ് സ്പെസിഫിക് റിസെപ്റ്റേഴ്സ്. ഈ റിസെപ്റ്ററിലോട്ട് ഇരുന്ന് ബൈൻഡ് ചെയ്യും. ഓൺ ബൈൻഡിങ് ദീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ടു ദീസ് സ്പെസിഫിക് റിസെപ്റ്റേഴ്സ് present in the postsynaptic membrane, the action potential is generated in this postsynaptic membrane. Action potential avർക്ക് കിട്ടുവാണ്. That is, this message is conveyed to the presynaptic neuron to the postsynaptic membrane with the help of these neurotransmitters. ഇവരിവിടെ വന്നങ്ങ് ജോയിൻ ചെയ്യും കേട്ടോ. ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്യും. ഇത് റിസെപ്റ്ററാണ്. ഇത് പ്രീ സൈനാപ്റ്റിക് മെംബ്രെയിൻ, ഇത് ക്ലെഫ്റ്റ് ആണ്. അപ്പം in a synaptic transmission, when the impulses reach the presynaptic membrane, there is a stimulation of the calcium channels. This stimulation triggers the calcium channels to open. As a result, the calcium ions enter into there is a certain influx of calcium ions into the synaptic knob, which result in the stimulation അല്ലെങ്കിൽ movement of this synaptic vesicles towards the presynaptic membrane, and the content, that is the neurotransmitters present in the synaptic knob, are released into the synaptic cleft by a process called exocytosis. And these neurotransmitters move towards the postsynaptic membrane by diffusion വഴി ഇത് മൂവ് ചെയ്യുകയും, and these neurotransmitters bind with the specific receptors present in the postsynaptic membrane. On binding the neurotransmitters to the specific receptors present in the postsynaptic membrane, the impulse അല്ലെങ്കിൽ the message അല്ലെങ്കിൽ the action potential is generated in the postsynaptic membrane. That is, the impulse അല്ലെങ്കിൽ message is conveyed to the next neuron. അപ്പോൾ ഇതിൽ കൂടെ പിന്നെ മെസ്സേജ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു. ആൻഡ് ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് കെമിക്കൽ സൈനാപ്റ്റിക് ട്രാൻസ്മിഷൻ. ഒരു തരത്തിലുള്ള കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്മിഷനാണ്. ആൻഡ് ദിസ് സൈനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഇസ് കോൾഡ് എ കെമിക്കൽ സൈനാപ്റ്റിക് ട്രാൻസ്മിഷൻ. അപ്പൊ സൈനാപ്റ്റിക് ട്രാൻസ്മിഷൻ രണ്ട് തരത്തിലുണ്ട് കേട്ടോ പിള്ളേരെ. സൈനാപ്റ്റിക് ട്രാൻസ്മിഷൻ രണ്ട് തരത്തിലുണ്ട്. കെമിക്കൽ ട്രാൻസ്മിഷൻ
most of the എപ്പോഴും നടക്കുന്നത് ഈ chemical transmission തന്നെയാണ്. Rarely there are certain other type of synaptic transmissions also there. They are called electric transmission. Electric transmission. In electric transmission, ഇവിടെ the presynaptic membrane and the postsynaptic membrane have undergone fusion. The presynaptic membrane and the postsynaptic membrane have undergone fusion. As a result, there is a tight junction is formed, and the junction is called a tight junction. In such cases, there is no gap, there is no need for vesicle, neurotransmitter അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇവർ നേരെ അങ്ങോട്ടങ്ങ് പോവുക. ഇമ്പൾസ് അവിടെ ഗ്യാപ്പില്ല. ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ കെമിക്കലിന്റെ ആവശ്യമൊക്കെ വരുന്നത്. വെസിക്കിളിന്റെ ആവശ്യം, വെസിക്കിൾ വന്ന് പൊട്ടണം, എന്നിട്ടത് ആ കെമിക്കലിനെ റിലീസ് ചെയ്ത് കൊടുക്കണം, അവിടെ പോയി ബൈൻഡ് ചെയ്യണം. അപ്പൊ ഇവിടെ അങ്ങനെയൊന്നുമില്ല. പ്രീ സൈനാപ്റ്റിക് മെംബ്രെയിൻ ആൻഡ് ദ പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിൻ ഹാവ് അണ്ടർഗോൺ ഫ്യൂഷൻ ആൻഡ് സച്ച് ജംഗ്ഷൻസ് ആർ കോൾഡ് ടൈറ്റ് ജംഗ്ഷൻസ്. ആൻഡ് ഇൻ ടൈറ്റ് ജംഗ്ഷൻ there is no need of a synaptic vesicle, synaptic cleft, neurotransmitter ഒന്നും തന്നെ വേണ്ട. അവർ ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രീന്ന് പോസ്റ്റ് സൈനാപ്റ്റിക് മെമ്പറിലോട്ട് ആക്ഷൻ പൊട്ടൻഷ്യൽ അങ്ങ് അല്ലെങ്കിൽ മെസ്സേജ് അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻ സർട്ടൻ അതർ കേസസ് the presynaptic membrane and the postsynaptic membrane lie അടുത്തായിരിക്കുന്നത്. The presynaptic membrane and the postsynaptic membrane lie very close to each other, and the two membranes are in certain other cases, the presynaptic membrane and the postsynaptic membrane lie close to each other, and the two membranes are connected to each other by certain protein channels, and such junctions are called gap junctions. Gap ഉണ്ട്. ഇത് ടൈറ്റ് ജംഗ്ഷൻ, ദിസ് ഇസ് ദ ഗ്യാപ് ജംഗ്ഷൻ. ഗ്യാപ് ജംഗ്ഷനിൽ ഒരു സ്മോൾ ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ ദാറ്റ് ടു മെംബ്രെയിൻസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ബൈ ഒരു ചാനൽ പോലെ സാധനമുണ്ട്, പ്രോട്ടീൻ ചാനലാണ്. ആ ചാനലിൽ കൂടെ അയോൺസിന് അപ്പുറത്തോട്ട് കടക്കാൻ പറ്റും. These channels, this type of junction is called a gap junction, and the ions can pass through these channels. ഇതിൽ കൂടെ ഇങ്ങോട്ട് പോരാൻ പറ്റും. ഈ രണ്ട് presynaptic membrane and the postsynaptic membrane lie close to each other, and the two membranes are connected to each other by certain protein channels. Protein connecting channels ആണ്. And through these channels the ions can pass through from one neuron to another. ഇവിടെ ആണെങ്കിലും ഇങ്ങനത്തെ കെമിക്കൽസിന്റെ ഒന്നും ആവശ്യമില്ല, തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പൊ ദിസ് ദ സൈനാപ്റ്റിക് ട്രാൻസ്മിഷൻ. പിന്നെ ഒരു കാര്യം, ഇവിടെ വൺസ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ട്രാൻസ്മിഷൻ കഴിയാൻ നേരത്തെ ദീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ ടേക്കൺ ബാക്ക് ഇൻ ടു ദ presynaptic nerve by a process called uptake. ഇത് ഇവിടെ ചെന്നിട്ട് ബൈൻഡ് ചെയ്ത് ഈ ഇമ്പൾസിനെ കൊടുത്തതിന് ശേഷം ഇവർ ഇവിടെ നിൽക്കുമായിരിക്കും, അവരെ തിരിച്ചങ്ങ് വിളിക്കും. The neurotransmitters after synaptic transmission are taken back into the
presynaptic nerve by a process called uptake. In certain other cases, these neurotransmitters are hydrolyzed with the help of certain enzymes. ചില എൻസൈംസ് വെച്ച് അതിനെ ഹൈഡ്രോലൈസിസ് ചെയ്തിട്ടാണ് അകത്തോട്ട് വിളിക്കുന്നത്, അപ്ടേക്ക് ചെയ്യുന്നത്. ഇതുപോലെ എക്സോസൈറ്റോസിസ് പോലെ അകത്തോട്ട് എൻഡോസൈറ്റോസിസ് വഴിയല്ല അവർ, എൻഡോസൈറ്റോസിസ് വഴിയല്ല ഇവർ അപ്ടേക്ക് നടത്തുന്ന വേറെ പ്രോസസ്സാണ്. In certain other cases, the neurotransmitters are hydrolyzed with the help of certain enzymes, and then they are taken back into the presynaptic nerve. For example, if acetylcholine ആണെങ്കിൽ acetylcholine is a neurotransmitter. This acetylcholine after synaptic transmission is hydrolyzed into choline and acetate with the help of another enzyme called acetylcholine esterase. Then they are taken back into the presynaptic nerve. Presynaptic nerve അങ്ങ് തിരിച്ചു വിളിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് എന്താ പറയുന്ന സൈനാപ്റ്റിക് ട്രാൻസ്മിഷൻ. സൈനാപ്സ് എന്താ നമ്മൾ പഠിച്ചു? ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഈസ് കോൾഡ് synaptic synapse. Junction between two neurons is called as synapse. Usually in a neuron, the axon terminal joins with the dendrite terminal. Axon terminal അറ്റം വന്നിട്ട് ഒരു നോബ് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും സൈനാപ്റ്റിക് നോബ്. സൈനാപ്റ്റിക് നോബിനകത്ത് സഡൻ വെസിക്കിൾസ് കാണും, സൈനാപ്റ്റിക് വെസിക്കിൾസ്, അതിനകത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കാണും. ദീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് അക്രോസ് ദ സൈനാപ്സ്. അപ്പോൾ ഈ സൈനാപ്റ്റിക് നോബുള്ള ന്യൂറോണിനെ പറയുന്നത് പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ എന്നും, അവർ കൊണ്ടുപോയി ആർക്കാണോ ഇമ്പൾസ് കൊടുക്കുന്നത് അവർ പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ. പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ, പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോൺ ആൻഡ് pre-synaptic neuron and the post-synaptic neuron. The membrane covering the pre-synaptic knob is called a pre-synaptic membrane, and the membrane covering the post-synaptic neuron is called post-synaptic membrane. And the gap in between the pre-synaptic and the post-synaptic neuron is called a synaptic cleft. Synaptic vesicle, neurotransmitters ഒക്കെ. ട്രാൻസ്മിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ when the action potential അല്ലെങ്കിൽ impulse or message ഇവിടെ വരുമ്പോൾ when the action potential impulse reaches the presynaptic membrane, which triggers the calcium channels, and the calcium channels stimulation കിട്ടുമ്പോൾ immediately the calcium channels open, which result in the sudden influx of calcium ions in the presynaptic knob. ഇതിനകത്തുള്ള കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ there is a stimulation of these synaptic vesicles to move towards the membrane, move towards the periphery. പെരിഫറിയിലോട്ട് അങ്ങ് മൂവ് ചെയ്ത് വരികയും and the neurotransmitters are released into the cleft. ആ സ്പേസിലോട്ട് അങ്ങ് റിലീസ് ചെയ്ത് കൊടുക്കുന്നു by a process called exocytosis, expulsion of the neurotransmitters to the synaptic cleft. And these neurotransmitters move towards the postsynaptic membrane by diffusion and binds to specific receptors present in the postsynaptic membrane. On binding the neurotransmitter to the specific receptor present in the postsynaptic neuron, the impulse is transmitted to the from the pre to post synaptic neuron. ആ post synaptic neuronലോട്ട് അല്ലെങ്കിൽ an action potential is generated in the post synaptic neuron. അവിടെ ആ മെസ്സേജ് കൺവേ ചെയ്ത് കഴിഞ്ഞു, മെസ്സേജ് ട്രാൻസ്മിറ്റ് അവിടെ ചെന്ന് ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കും post synaptic membrane action potential is generated in the post synaptic membrane on binding these neurotransmitters to the specific receptors. ഇങ്ങനെയാണ്. ദിസ് ഇസ് ദ കെമിക്കൽ ട്രാൻസ്മിഷൻ. കെമിക്കൽ ട്രാൻസ്മിഷനിൽ സൈനാപ്റ്റിക് വെസിക്കിളും ന്യൂറോ ട്രാൻസ്മിറ്ററും റിസെപ്റ്ററും പ്രീസൈനാപ്റ്റിക് മെംബ്രെയിൻ ക്ലെഫ്റ്റ് ഇതെല്ലാം നിങ്ങൾ എഴുതണം. കെമിക്കൽ ട്രാൻസ്മിഷന്റെ കേസിലാണെങ്കിൽ കെമിക്കൽ ട്രാൻസ്മിഷൻ ഇതെല്ലാം വേണം, ഗ്യാപ്പ് വേണം. ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് ആരുടെയോ സഹായത്തോടു കൂടിയാണ് ആ ഗ്യാപ്പിൽ കൂടെ
മെസ്സേജ് അപ്പുറത്തോട്ട് പോകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് രണ്ടിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ മെസ്സേജ് ഇവിടെ വന്നങ്ങ് നിൽക്കുകയാണ്. ഈ മെസ്സേജിനെ അപ്പുറത്തോട്ട് കൊടുക്കണമെങ്കിൽ ആ ഒരു കെമിക്കലിന്റെ ഹെൽപ്പ് വേണം. ആ കെമിക്കൽ എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പൊ ഇവിടുന്ന് അത് റിലീസ് ചെയ്യുന്നു ബൈ എ പ്രോസസ് കോൾഡ് എക്സോസൈറ്റോസിസ്. അത് ഇപ്പുറത്ത് പോയി ഹിറ്റ് ചെയ്യുന്നു. അവരെ റിസീവ് ചെയ്യാൻ വേണ്ടി അവിടെ റിസപ്റ്റർ ഉണ്ട്. അവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് ആ മെസ്സേജ് കിട്ടുന്നു. അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുകയാണ്. ആക്ഷൻ പൊട്ടൻഷ്യലൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ആക്ഷൻ പൊട്ടൻഷ്യൽ കിട്ടുമ്പോൾ അതങ്ങ് വളരെ സ്പീഡിൽ അങ്ങ് പോവുകയും ചെയ്യുകയാണ് ആ മെസ്സേജ്. അപ്പൊ കെമിക്കൽ ട്രാൻസ്മിഷൻ ഇങ്ങനെയാണ്. There are certain other type of synaptic transmission, that is electric transmission. Electric transmission ഇവിടെ ഈ ഗ്യാപ്പ് ഒന്നും കാണത്തില്ല. പിന്നെ ഗ്യാപ്പ് ഇല്ലാത്തിടത്തോളം കാലം ഇവിടെ എന്താ പറയുന്നത്, ഈ സൈനാപ്റ്റിക് വെസിക്കിളോ ന്യൂറോ ട്രാൻസ്മിറ്ററോ ഒന്നും തന്നെ വേണ്ടി വരത്തില്ല. ഇൻ ഇലക്ട്രിക് ട്രാൻസ്മിഷൻ, the pre-synaptic membrane and the post-synaptic membrane have undergone fusion. As a result, there is no need of a എന്താ പറയുന്ന synaptic vesicle or neurotransmitter or receptor ഒന്നും തന്നെ വേണ്ട. ഇവിടെ the message are transmitted from the pre to one neuron to the നെക്സ്റ്റ് ന്യൂറോണിലോട്ട് അതെങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് എങ്ങനെയാണോ പോയത് അതേപോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് നേരെ പോയിക്കോളും. അത് വളരെ സ്പീഡിലാണ് പോകുന്നത്. ഇത്രയും ഒരു ചെറിയ ഡിലേ ഒന്നുമില്ല. ഇവിടെ വരുന്ന ഒരു ചെറിയൊരു ഡിലേ വരും. ഒരു പ്രീ സൈനാപ്റ്റിൽ നിന്ന് പോസ്റ്റ് സൈനാപ്റ്റിക് ന്യൂറോണിലോട്ട് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ഡിലേ വരും. ദാറ്റ് ഡിലേ ഈസ് കോൾഡ് സൈനാപ്റ്റിക് ഡിലേ. ഇവിടെ സൈനാപ്റ്റിക് ഡിലേ ഇസ് വെരി ഷോർട്ട് ആയിരിക്കും. ഇവിടെ ഇത് ബേസ്റ്റ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ അവിടെ പോയി ബൈൻഡ് ചെയ്യുകയോ അങ്ങനത്തെ സമയം ഒന്നും തന്നെ എടുക്കാത്തതുകൊണ്ട് ഇൻ ഇലക്ട്രിക് ട്രാൻസ്മിഷൻ the transmission from one neuron to other neuron is very fast. Synaptic delay is very short. അതേസമയം ഇവിടെ ഒരു ചെറിയ ഡിലേ ഉണ്ട്. ദാറ്റ് ഡിലേ ഇസ് കോൾഡ് സൈനാപ്റ്റിക് ഡിലേ. അതുപോലെ തന്നെ ഇവിടെ ഈ ഇങ്ങനത്തെ സ്ഥലത്ത് സൈനാപ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊരു വൺ വേ ട്രാൻസ്മിഷൻ ആണ്. ഫ്രം പ്രീ ടു പോസ്റ്റിലോട്ട് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. ഇവിടെ വന്നിട്ട് ഈ കെമിക്കലിന്റെ സഹായം വേണം അവർക്ക് കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് സൈനാപ്റ്റിക് ട്രാൻസ്മിഷൻ എ വൺ വേ ട്രാൻസ്മിഷൻ ആണ്. അതുപോലെ തന്നെ കെമിക്കൽ ട്രാൻസ്മിഷന്റെ സമയത്ത് ഒരു ചെറിയ ഡിലേ ഉണ്ട്. ദാറ്റ് ഡിലേ ഇസ് കോൾഡ് സൈനാപ്റ്റിക് ഡിലേ. ഇലക്ട്രിക് ട്രാൻസ്മിഷന്റെ കേസിലാണെങ്കിൽ ദിസ് ഡിലേ ഇസ് വെരി ഷോർട്ട്. ആൻഡ് ഇവിടെ പ്രീ സൈനാപ്റ്റിക് ന്യൂറോണും പ്രീ സൈനാപ്റ്റിക് മെംബ്രെയിനും പോസ്റ്റ് സൈനാപ്റ്റിക് മെംബ്രെയിനും ഫ്യൂസ് ചെയ്തിരിക്കുവാണെങ്കിൽ such type of junction is called a tight junction. Whereas in certain other cases the pre and the post synaptic membranes lie very close to each other, and these two membranes are connected to each other by certain protein channels, and the ions can pass from one neuron to another neuron through these channels. Ee channel kuda appurathu povan pattum. Such junctions are called gap junction. These two are electric transmission. Electric transmission ന്റെ കേസിൽ ഈ പറഞ്ഞ സംഭവങ്ങൾ ഒന്നും തന്നെ വേണ്ട കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് എഴുതുമ്പോൾ ഇതിന്റെ ഡയഗ്രം ഒക്കെ കുറച്ച് വൃത്തിയായിട്ട് വരച്ച് എഴുതണം കേട്ടല്ലോ. പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുവാണെങ്കിൽ സിനാപ്സും സിനാപ്റ്റിക് ട്രാൻസ്മിഷനൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പക്ഷെ ഡയഗ്രത്തിന് പ്രത്യേകം മാർക്കുണ്ട്. അപ്പൊ ശരി, ഇന്നത്തെ ക്ലാസ്